ഹായ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. ഇവിടെ ഇതിനെ ഇറച്ചിയും പൂളയും എന്നാണ് പറയുക. നല്ല ബീഫും പൂളയും ഇട്ടിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇറച്ചിയും പൂളയും തയ്യാറാക്കാൻ ഞാനിവിടെ എല്ലോട് കൂടിയ 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നെയ്യൊന്നും കളയാതെ നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതും ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും 2 പച്ചമുളക് നെടുകെ കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളവും ചേർത്ത് ഒരു 8 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ചില കുക്കറിൽ 5 വിസിൽ വരുമ്പോൾ തന്നെ ബീഫ് വേവും. അതുപോലെ തന്നെ ചില ബീഫിന് അധികം വേവുണ്ടാവില്ല. ഇനി പൂള തൊലി കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ ഒരു 2 വിസിൽ വരുമ്പോൾ തന്നെ പൂള വെന്ത് കിട്ടും. ഇപ്പോൾ പൂള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു 8 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുത്തത്. ഇനി വേവിച്ച് വെച്ച പൂളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഇറച്ചിയും പൂളയും എല്ലാം നന്നായിട്ട് ഞാനിവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. പൂളയിലേക്ക് ഇറച്ചിയുടെ മസാലയെല്ലാം യോജിച്ച് വരുന്നവരെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് ഒന്ന് വറവിട്ടെടുക്കണം. ചുവന്നുള്ളി വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് വറവിട്ടെടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ചുവന്നുള്ളി ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ചുവന്ന മുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിയും പൂളയും അല്ലെങ്കിൽ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് ഇതുപോലെ തന്നെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളിയായി. ഇനി ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ എന്തിൻ്റെ സൈഡ് ഡിഷായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.